കാഴ്ചയിൽ കല്ലുപോൽ തോന്നാറുണ്ടെങ്കിലും അഴകുള്ള കവിതയാണെന്നും അച്ഛൻ. അമ്മ ചൊല്ലിത്തരും കഥകളിൽ നിത്യവും മിഴിവാർന്ന നായകനെന്നും അച്ഛൻ. മിഴിവാർന്ന നായകനെന്നും അച്ഛൻ. അറിയാതെ പ്രതിസന്ധി പുണരുന്ന നേരത്ത് കുലുങ്ങാത്ത കുന്നുപോലുയരുമച്ഛൻ. നമ്മുടെ മുമ്പിൽ ഒട്ടും സമയമില്ല. എങ്ങനെയെങ്കിലും അവന്റെ വീട്ടിൽ അറിയിക്കണ്ടേ? നാട്ടിൽ നിന്നും കഷ്ടപ്പെട്ട് ജോലി ചെയ്യാൻ വേണ്ടി ഇറങ്ങി തിരിച്ച എന്റെ കൂട്ടുകാരാ, നിനക്ക് വിടാം. ഈ ലോകത്ത് എവിടെയായാലും മനുഷ്യന്റെ ഗതി ഇതൊക്കെ തന്നെയാണ്. ഞാൻ ഇവിടെ വന്നിട്ട് 10 വർഷമായി. ഓരോ അവധിക്ക് വീട്ടിൽ ചെല്ലുമ്പോഴും ഭാര്യയും മക്കളും ഒക്കെ ഓടി വരും. പിന്നെ ബന്ധുക്കളുടെ വീട്ടിലൊക്കെ ആയിട്ട് ഒരു മാസം അങ്ങനെ കറങ്ങി നടക്കും. എല്ലാവരുടെയും പരാതി തീർക്കണ്ടേ? നമ്മുടെ നാട് എത്ര മാറിപ്പോയെന്ന് അന്നാണ് മനസ്സിലാക്കുക. നമ്മൾ അയക്കുന്ന പണം ആർഭാട ജീവിതം നയിക്കുന്ന കാണുമ്പോൾ നാട്ടിലേക്ക് വരണ്ടില്ല എന്ന് എത്ര പ്രാവശ്യം തോന്നിപ്പോയിട്ടുണ്ടെന്ന് അറിയാമോ? അവർക്ക് പണം മാത്രം മതി. പിന്നെ നാട്ടുകാർ മുമ്പിൽ പൊങ്ങച്ചാൻ പറയാൻ വേണ്ടി ഒരു കാര്യവും, ഭർത്താവ് ഗൾഫിലാണെന്ന്. അവധിയും കഴിഞ്ഞ് ഉള്ള സ്വർണവും പണവും വെച്ച് കടം വാങ്ങി തിരിച്ചു മടക്കാം. എനിക്കിത് വിശ്വസിക്കാൻ കഴിയുന്നില്ല. ഇന്നലെ വരെ നമ്മുടെ ഒപ്പം കളിച്ചും ചിരിച്ചും നടന്നിട്ട് എന്തിനാണ് രമേശെ ഞങ്ങളെ തനിച്ചാക്കി പോയത്? വിഷമിച്ചിട്ട് കാര്യമില്ല, നമ്മുടെ അവസ്ഥയും ഇതുപോലെ തന്നെ. സംഭവിച്ചതെല്ലാം മറക്കാൻ പറയാൻ ആർക്കാ കഴിയുക? എനിക്ക് ഗൾഫിലേക്കൊരു ജോലി സ്വപ്നം കാണാൻ കഴിയുമായിരുന്നില്ല. പക്ഷേ എന്നെ സ്വപ്നം കാണാൻ പഠിപ്പിച്ചത് രമേശാണ്. അവന്റെ ഓഫീസിലൊരു ജോലി വാങ്ങിത്തന്നു, എന്നെ രക്ഷപ്പെടുത്തി. എല്ലാം ഇന്നലെ കഴിഞ്ഞു പോലെ തോന്നി. ഇന്ന് 2ാമത്തെ ദിവസം. ഇനി ബാക്കി 5 ദിവസങ്ങളേ ഉള്ളൂ. എങ്ങനെ കാര്യങ്ങൾ മുന്നോട്ട് പോകണമെന്ന് മാഷ് തന്നെ പറ. ശരിയാണ്, നമ്മുടെ വിഷമങ്ങൾ എത്ര പറഞ്ഞാലും തീരില്ല. എന്നാലും ഈ കാര്യം അവന്റെ വീട്ടിൽ അറിയിക്കണ്ടേ? എങ്ങനെ അറിയിക്കും? നമ്മളിൽ ഒരാൾ അവന്റെ വീട്ടിൽ പോയി ഈ കാര്യം അറിയിക്കണം. ഞാൻ പോവില്ല, എന്നെ കൊണ്ട് അത് കഴിയില്ല. എനിക്കും കഴിയില്ല. ഒരു നല്ല കാര്യത്തിനൊക്കെ ആണെങ്കിൽ ഞാൻ പോയേനെ. ഇതിപ്പോ ഏത് പ്രതികൂല സാഹചര്യങ്ങളെയും നേരിടാം. പക്ഷേ മനുഷ്യനൊക്കെ എത്ര ദുർബലനാണെന്ന് തോന്നുന്ന ചില സമയങ്ങളുണ്ട്. നമുക്കിടയിൽ ഇതൊന്നും അവന്റെ വീട്ടിൽ അറിയിക്കാൻ ധൈര്യമുള്ള ഒരാളെ ഉള്ളൂ, മധു. എത്ര കണ്ണീര് കണ്ടാലും ധൈര്യമുള്ള കാരിരുമ്പ് പോലെ ഉറച്ച അവനെ തന്നെ നമുക്ക് വീട്ടിലേക്ക് അയക്കാം. അവൻ സമ്മതിക്കുമോ? അവൻ സമ്മതിക്കാതിരിക്കില്ല എന്നാണ് എന്റെ വിശ്വാസം. ഒരിക്കൽ പോലും ചിരിക്കാത്ത, മറ്റുള്ളവരുടെ വീഴ്ച കണ്ട് മനസ്സലിയാത്ത മധു അവൻ പോയാൽ ശരിയാവുമോ? അവൻ കടയിൽ പോയതാണല്ലോ, എന്തൊരു സാധനം വാങ്ങാൻ വേണ്ടിയിട്ട് പോയതാ. എത്ര സമയമായല്ലോ? ദാ എത്തിയല്ലോ. മധു, നീ എത്തിയ? ഞങ്ങൾ ആലോചിച്ചിട്ട് ഞങ്ങൾ ആർക്കും രമേശന്റെ വീട്ടിൽ പോയി ഈ വിവരം പറയാനുള്ള ധൈര്യമില്ല. അതുകൊണ്ട് കിട്ടുന്ന ഫ്ലൈറ്റ് ടിക്കറ്റ് എടുത്ത് നീ തന്നെ ഈ കാര്യം അവന്റെ വീട്ടിൽ അറിയിക്കണം. നീ അവിടെ പോയി പറയേണ്ടത് ഞങ്ങളുടെ കൂടെ ആയിരുന്നു രമേശൻ ജോലി ചെയ്തിരുന്നതെന്ന്. 2 ദിവസം മുമ്പ് അവന് ഒരു ആക്സിഡന്റ് ആയിരുന്നു. അവൻ ഓടിച്ചിരുന്ന ട്രക്കും വേറെ ട്രക്കുമായി കണ്ണടച്ച് തുറക്കുന്ന സമയത്തിനുള്ളിൽ കാര്യങ്ങൾ കൈവിട്ടുപോയി. ഞങ്ങൾക്കൊന്നും വിശ്വസിക്കാനേ കഴിയുന്നില്ല. എല്ലാ കാര്യങ്ങളും ഞങ്ങൾക്ക് സപ്പോർട്ടായിരുന്ന ഞങ്ങളുടെ രമേശ് ഇനി ഞങ്ങൾക്ക് കാണാൻ കഴിയും. കൂടി ആശുപത്രിയിൽ സൂക്ഷിച്ചിരിക്കുകയാണ്.
7 ദിവസം, അതിൽ 1 മണിക്കൂർ കൂടുതൽ സമ്മതിക്കില്ല. അതിനുള്ളിൽ നാട്ടിലേക്ക് ബോഡി കൊണ്ടുപോകാം. അതിനുള്ള ചെലവ് കമ്പനി എടുക്കും. പക്ഷെ പ്രശ്നം അതല്ല. അവന്റെ വീട്ടിൽ അവന്റെ അച്ഛൻ മാത്രമേ ഉള്ളൂ. അച്ഛനെ സഹായിക്കാൻ ഒരു സഹായിയും. അവരിതിനെ എങ്ങനെ ഉൾക്കൊള്ളുമെന്ന് പറയാനാവില്ല. പാവം, അവൻ്റെ വലിയൊരു ആഗ്രഹമായിരുന്നു നാട്ടിലെ കടങ്ങളെല്ലാം വീട്ടി അച്ഛനൊന്ന് ഗൾഫ് കാണിക്കാൻ. ഒന്നും നടന്നില്ല. പേരിന് ഇച്ചിരി സ്ഥലവും ചെറിയൊരു വീടും. 3 വർഷമായി അവൻ നാട്ടിൽ പോയിട്ട്. അതെങ്ങനെയാ 2015 ലോൺ എടുത്ത് സ്ഥലം വാങ്ങി. കൊറോണ വന്നതോടുകൂടി എല്ലാം തകിടം മറിഞ്ഞു. ഇപ്പോൾ ഏകദേശം 9-10 ലക്ഷം രൂപയോളം തിരിച്ചടയ്ക്കാനായിട്ടുണ്ട്. ഈ വർഷം തന്നെ ആ തുക അടച്ച് ക്ലോസ് ചെയ്തില്ലെങ്കിൽ അവന്റെ സ്ഥലം ജപ്തിയായി പോകും. അവന്റെ അച്ഛന്റെ പേരിൽ വാങ്ങിയിട്ട സ്ഥലത്ത് നിന്ന് അവർ തെരുവിൽ ഇറങ്ങേണ്ടി വരും. എനിക്കെല്ലാം മനസ്സിലായി. അവൻ്റെ വീട്ടിൽ ചെന്ന് അവൻ്റെ അച്ഛനോട് മകൻ മരിച്ച കാര്യം പറയണം. ബോഡി കമ്പനി ചെലവ് വേണമെങ്കിൽ നാട്ടിലേക്ക് കൊണ്ടുപോകാം, അല്ലെങ്കിൽ ഖത്തറിൽ സംസ്കരിക്കാം. ഖത്തറിൽ സംസ്കരിക്കുകയാണെങ്കിൽ 25 ലക്ഷം രൂപ അവൻ്റെ അച്ഛൻ്റെ അക്കൗണ്ടിലേക്ക് ട്രാൻസ്ഫർ ചെയ്യും. അതല്ലേ നല്ലത് എന്ന് ചോദിച്ചാൽ പോരെ? ഇത്രയല്ലേ ഉള്ളൂ. അതുപോരാ, അവൻ ലോണിനെ കുറിച്ച് അവന്റെ അച്ഛനെ പറഞ്ഞ് ബോധ്യപ്പെടുത്തണം. ഒരാഴ്ചക്കുള്ളിൽ പണം അച്ഛന്റെ അക്കൗണ്ടിലേക്ക് എത്തുമെന്നും പറഞ്ഞ് മനസ്സിലാക്കണം. സത്യം പറഞ്ഞ ഇതൊക്കെ അവന്റെ നാട്ടിൽ ചെന്ന് അവന്റെ അച്ഛനോട് പറയുന്ന ധൈര്യം ഞങ്ങൾക്ക് ആർക്കുമില്ല. ആരെയും പകവെക്കാത്ത തന്റെ നമ്മുടെ നിനക്ക് അതിൽ സാധിക്കും. നീ ഈ കാര്യം പോയി അവന്റെ അച്ഛനെ വേണ്ട വിധത്തിൽ ബോധ്യപ്പെടുത്തണം. നീ പോയി പറയില്ലടാ. പറ്റില്ലെന്ന് മാത്രം പറയില്ലടാ. മധു, നീ പോയില്ലടാ നമ്മുടെ രമേശന്റെ വീട്ടില്? ഞാൻ പോവും. അവന്റെ അച്ഛനെ കണ്ട് കാര്യങ്ങൾ പറഞ്ഞ് മനസ്സിലാക്കുകയും ചെയ്യും. പോകുമ്പോൾ ഒരു കാര്യം മറക്കരുത്. ഇതവന്റെ പെട്ടിയാണ്. ഇതവന്റെ അച്ഛനെ ഏൽപ്പിക്കാൻ മറക്കരുത്. മക്കൾ മരിച്ചാൽ എങ്ങനെയാ മാതാപിതാക്കൾക്ക് സഹിക്കാൻ കഴിയുക? എന്നാലേ നീ അടുത്ത ഫ്ലൈറ്റിന് തന്നെ പോകാൻ റെഡി ആയിക്കോളൂ. എന്നാൽ നിന്നെ ഞങ്ങൾ സമ്മതിച്ചിരിക്കുന്നു. ഒരു മനുഷ്യനോട് ചിരിക്കാത്ത, ആരുടെ എന്ത് കണ്ടാലും മനസ്സലിയാത്ത നിനക്ക് എങ്ങനെയാണ് ഈ പേര് വന്നത് മധുന്ന്? അതിന് സാറിന് എൻ്റെ കഥ വല്ലതും അറിയാവോ? നിങ്ങൾ ഈ ഗൾഫിൽ വന്നിട്ട് 3 വർഷമല്ലേ ആയുള്ളൂ. ദേ, ഇവർക്കൊക്കെ അറിയാം. എന്നാലും ഞാനത് ഒന്നുകൂടി പറയാം. എന്ത് പറഞ്ഞാലും വഴക്ക് കേട്ടാലും ചിരിക്കാൻ മാത്രം അറിയാവുന്ന ഒരു നിഷ്കളങ്ക ബാല്യം ഉണ്ടായിരുന്നു എനിക്ക്. കൂട്ടുകാരോട് ചിരിച്ചും കളിച്ചും വഴക്കിട്ടും സ്കൂൾ ജീവിതം ആസ്വദിച്ചിരുന്ന കാലം. അന്ന് ഞാൻ 8ാം ക്ലാസ്സിൽ പഠിക്കുകയായിരുന്നു. കൂട്ടുകാരുടെ ദേഹത്ത് ചളിവെള്ളം തെറിപ്പിച്ചും നനയിപ്പിച്ചും സ്വയം നനഞ്ഞു കുളിച്ച് വൈകിട്ട് എൻ്റെ അമ്മയുണ്ടാക്കിയ ചായ കുടിക്കാൻ വേണ്ടി വീട്ടിലേക്ക് ഓടി വരികയായിരുന്നു. പതിവിൽ വിപരീതമായി വീട്ടിലപ്പിടി ആൾക്കൂട്ടായിരുന്നു. നിറയെ പോലീസുകാരെല്ലാവരും കൂടെ എൻ്റെ അപ്പനെ ഒരു കൊലപ്പുഴയെ പോലെ പുറത്തേക്ക് ഇറക്കി കൊണ്ടുവരുന്നത് ഞാനൊന്നും ഓർക്കുന്നു. അവിടെ അടുക്കളയിൽ രക്തത്തിൽ കുളിച്ചും മരിച്ചു കിടക്കായിരുന്നു എൻ്റെ അമ്മ. അവിടെ അമ്മ എനിക്ക് വേണ്ടി അവസാനമായി ഉണ്ടാക്കി വെച്ച ചായ ഉണ്ടായിരുന്നു. അപ്പനമ്മയെ സംശയമായിരുന്നു അത്ര. എന്ത് സംശയം? അതോടെ അനാഥനായി ആരും സഹായിക്കാനില്ലാതെ തെരുവിലേക്ക് ഇറങ്ങിയ സാധാ ഞാൻ. അയാളും ജയിലിൽ നിന്ന് പുറത്തേക്ക് വരുമ്പോ അയാളെ തീർക്കാൻ കത്തിക്ക് മൂർച്ച കൂട്ടി കയ്യിൽ കൊണ്ടു നടക്കുകയായിരുന്നു ഞാൻ. പക്ഷെ ജയിലിൽ നിന്ന് പുറത്തേക്ക് ഇറങ്ങുന്ന മുന്നേ അയാൾ ആത്മഹത്യ ചെയ്തു. ചെയ്ത തെറ്റുകൾ ഓർത്ത് വിഷമിച്ചിട്ടായിരിക്കണം. അതോടെ എനിക്ക് എല്ലാത്തിനോടും വെറുപ്പാണോ? നിങ്ങളൊക്കെ ചോദിച്ചില്ലേ ചിരിക്കാത്ത എന്താണ്? ഞാൻ എങ്ങനെയാണ് ചിരിക്കേണ്ടത്? അത് പോട്ടെ, അത് എന്റെ മാത്രം കാര്യമല്ലേ.
അതിവിടെ ഈ നെഞ്ചിനകത്ത് തന്നെ കടന്നോട്ടെ. സാറ് ഫ്ലൈറ്റ് ബുക്ക് ചെയ്യുള്ളൂ സാർ. ഞാൻ രമേശന്റെ വീട്ടിൽ പോയി വിവരങ്ങൾ അറിയിച്ചിട്ട് എന്റെ വീട്ടിലേക്ക് ഒന്ന് പോയിട്ട് വരാം. കാലം എത്ര കഴിഞ്ഞാലും മാറാതെ പിടിക്കാത്ത ഓർമ്മകളുടെ തടവറയിൽ ഞാൻ എന്റെ വീട്ടിൽ 2 ദിവസം താമസിച്ചിട്ട് മടങ്ങി വരാം. പാവം, ജീവിതത്തിൽ ദുഃഖം മാത്രം അനുഭവിച്ചവനാണ് അവൻ. ചില സമയത്ത് മനുഷ്യരൊക്കെ നിസ്സാരരാ ഇല്ലടാ. ഇത് കഴിയുമ്പോൾ അവന്റെ അച്ഛന്റെ പ്രതികരണം എങ്ങനെയാകുമെന്ന് എനിക്ക് ഊഹിക്കാൻ പോലും വയ്യ. നിങ്ങളൊന്നും ഓർത്ത് വിഷമിക്കണ്ട. ഞാൻ അവന്റെ വീട്ടിൽ പോയി കാര്യങ്ങൾ വേണ്ട പോലെ ചെയ്തോളാം. ഇതിനകത്തൊരു ഡയറി ഉണ്ടല്ലോ. ഇതിലവന്റെ അഡ്രസ് കാണുമായിരിക്കും അല്ലേ? പാലക്കാട് ജില്ലയിൽ ഒരു ഉൾഗ്രാമത്തിലാണ് അവന്റെ വീട്. ആ എന്നാ മധു, നീ വേഗം റെഡി ആയിക്കോ. നാട്ടിൽ ചെന്ന എല്ലാ കാര്യങ്ങളും ഞങ്ങളെ വിളിച്ചറിയിക്കാൻ മറക്കരുത്. അച്ഛാ, ഈ അച്ഛൻ ഇത് എവിടെ പോയി കിടക്കുക? അച്ഛാ, ആരാ അത്? എന്റെ മകനല്ലേ അത്? മോനെ. ആണല്ലോ, എന്റെ അച്ഛന് സന്തോഷമായല്ലോ. എന്റെ പൊന്നു മോനെ, എത്ര നാളായടാ നിന്നെ ഞാനൊന്ന് കണ്ടിട്ട്. നീ എന്താ അവിടെ തന്നെ നിന്ന് കളഞ്ഞത്? കേറി വാടാ ഇങ്ങോട്ട്. അല്ല, ഞാൻ അങ്ങോട്ട് വരാടാ. പിന്നെ 18 വയസ്സല്ലേ അച്ഛന്റെ പ്രായം. ധൈര്യം ഉണ്ടെങ്കിൽ ഇറങ്ങി വാ, കാണട്ടെ അച്ഛന്റെ മെടുക്ക്. അതൊന്നും വേണ്ട. നീ അച്ഛനെ കളിയാക്കൊന്നും വേണ്ട. എത്ര വർഷമായടാ നീ ഇങ്ങോട്ടൊന്ന് വന്നിട്ട്? 2 ദിവസമായിട്ട് അച്ഛനോടൊന്ന് സംസാരിക്കാൻ പോലും നിനക്ക് നേരെയില്ലല്ലേ? എനിക്ക് ആകെ പേടിയായിട്ട് വരായിരുന്നു. ഇപ്പഴാ എനിക്കൊരു മനസമാധാനമായത് മോനെ. എന്റെ അച്ഛൻ പേടിക്കൊന്നും വേണ്ട കേട്ടോ. അച്ഛന്റെ പുന്നാര മകൻ അച്ഛന്റെ അടുത്ത് എത്തിയില്ലേ. ഇനി ഞാൻ എങ്ങും പോകുന്നില്ല. അച്ഛനെ കണ്ടുകൊണ്ട് എന്നും ഞാൻ അച്ഛന്റെ കൂടെ ഉണ്ടാവും. വാക്കാണോ? പാവം, ഈ അച്ഛനെ പറ്റിക്കില്ലടാ മോനെ. ഇല്ല അച്ഛാ, അച്ഛനെ ഇനി ഞാൻ ഒരിക്കലും പറ്റിക്കില്ല. പറ്റിച്ചാലേ ഞാൻ നിന്നോട് ഒരിക്കലും മിണ്ടുകേട്ടോ. ഈ രാഘവൻ ആരോടാ സംസാരിക്കുന്നത്? ആരാ? എവിടുന്നാ വരുന്നടാ മോനെ? എടോ കേശവ, തനിക്ക് ആളെ മനസ്സിലായില്ലേ? എങ്കിലൊന്ന് സൂക്ഷിച്ച് നോക്ക്. എടോ, എന്റെ മോനാടോ അത്. തനിക്ക് മനസ്സിലായില്ലേ? ക്ഷമിക്കണം കുട്ടിയെ, ഇദ്ദേഹത്തിനൊരു മകനുണ്ട്. ഖത്തറിൽ ഡ്രൈവറായി ജോലി ചെയ്യുന്നു. 3 വർഷം മുമ്പ് വന്നു പോയതാ. പെട്ടെന്ന് നിങ്ങളെ കണ്ടപ്പം സ്വന്തം മകനാണെന്ന് ധരിച്ചിരിക്കും. വാ, കയറിയിരിക്കാം. അത് സാരമില്ല. ഞാൻ അദ്ദേഹത്തിന്റെ മകൻ രമേശിന്റെ കൂടെ ഖത്തറിൽ ജോലി ചെയ്യുന്ന അവന്റെ കൂട്ടുകാരനാണ്. പേര് മധു. ആണോ? അവൻ വന്നില്ലേ കുട്ടിയെ? വാ, കയറി വാ. രാഘവനോട് ഞാൻ പറഞ്ഞില്ലേ ഇവൻ രമേശല്ലാന്ന്. പക്ഷേ രാഘവന് സന്തോഷിക്കാനുള്ളൊരു വകയുമായിട്ടാണ് അവൻ വന്നിരിക്കുന്നത്. എന്റെ മകന്റെ കൂട്ടുകാരനാണല്ലേ? പെട്ടെന്നെന്തോ മോനെ കണ്ടപ്പോ എന്റെ മകനായിട്ടാണ് എനിക്ക് തോന്നിയത്. സാരമില്ല, മക്കളെ പ്രതീക്ഷിച്ചിരിക്കുന്ന എല്ലാ അച്ഛന്മാർക്കും ഇങ്ങനെ തോന്നുന്നതിൽ അത്ഭുതപ്പെടാനൊന്നുമില്ല. എന്റെ പേരിൽ ഇത്തിരി സ്ഥലം വാങ്ങിക്കണമെന്ന് അവന് വലിയ ആഗ്രഹമായിരുന്നു. എന്റെ മോൻ അതെനിക്ക് സാധിച്ചു തന്നു. അതിന്റെ കടം വീട്ടാനുള്ള തത്രപ്പാടിലായിരിക്കും എന്റെ കുട്ടി. എടാ കുട്ടിയെ, നീ ഒറ്റയ്ക്കാണോ വന്നേ? എന്താണ് അവൻ വരാത്തത്? അവൻ നമ്മളെ പറ്റിക്കാൻ വേണ്ടി അവിടെ എവിടെയെങ്കിലും ഒളിച്ചു നിൽപ്പുണ്ടാവും. ഇല്ല, അവൻ വന്നിട്ടില്ല. വാ കുട്ടിയെ, ഉള്ളിലേക്ക് വാ. നീ കുറച്ച് ദിവസമൊക്കെ അവിടെ താമസിച്ചിട്ട് തിരിച്ചു പോയാൽ മതി. അയ്യോ, അങ്ങനെ പറയരുത്. എനിക്ക് ഇന്ന് തന്നെ തിരിച്ചു പോകണം. അത് മാത്രം പറയരുത്. എന്റെ മോന്റെ റൂമിൽ നിന്ന് താമസിച്ചിട്ട് നാളെ വേണമെങ്കിൽ പൊയ്ക്കോ. അല്ല, മോന്റെ വീട് എവിടെയാണെന്നാ പറഞ്ഞേ? വീട് പത്തനംതിട്ടയില്ല. ആ ആ, അപ്പോൾ ശരി, എന്നാ ബാഗൊക്കെ എടുത്ത് മോന്റെ റൂമിൽ കൊണ്ടു വെക്കേ. ഞാന് മാറാനുള്ള ഡ്രസ്സ് എടുക്കാം. അയ്യോ, അതൊന്നും വേണ്ട. എൻ്റെ കയ്യിൽ അത്യാവശ്യത്തിന് ഡ്രസ്സൊക്കെ ഉണ്ട്. എന്നാ അകത്ത് പോയി ഡ്രസ്സൊക്കെ മാറി നോക്കൂ. ഞാൻ അകത്ത് പോയി ഒരു ചായയൊക്കെ ഉണ്ടാക്കി വരാം.
പഠിക്കാനും എന്തെങ്കിലും ഉണ്ടാവും. അല്ല, ഞാൻ വരുന്ന വഴി ചായക്കടലിൽ കയറി ഭക്ഷണം കഴിച്ചിട്ടാ വരുന്നത്. ആ കാണുന്നതാ എൻ്റെ മോൻ്റെ റൂം. കുറെ പഴയ കാസറ്റുകളും ഓർമ്മകളുമായി അവനവിടെ റൂമിൽ കഴിച്ചു കൂട്ടുമായിരുന്നു. മോനെ, നീ ഡ്രസ്സൊക്കെ മാറി വാ. ഞങ്ങള് അന്നേരം പാണ്ടിക്കാരുണ്ടാവും കേട്ടോ. വരാ വാ. ഒരിക്കൽ നിന്നെ ഞാൻ എൻ്റെ വീട്ടിലേക്ക് കൊണ്ടുപോകും. അവിടെ എൻ്റെ കൊച്ചു ഗ്രാമത്തിലെ കൊച്ചു വീട്ടിൽ എൻ്റെ മാത്രം ചെറിയ മുറിയിൽ ബാല്യകാലത്തിൻ്റെ നേരം പോക്കുകളുമായി ഭിത്തി അലമാരയിൽ ഞാൻ പൊന്നുപോലെ സൂക്ഷിക്കുന്ന കുറേ പഴയ കാസറ്റുകളുണ്ട്. അതിൽ നിന്ന് ഒരു പിടി ഞാൻ നിനക്ക് തരും. അത് എൻ്റെ വാക്കാണ്. അവൻ എന്താ വരാതിരുന്നത്? എനിക്ക് അവനെ കാണാഞ്ഞിട്ട് വല്ലാത്ത വിഷമം തോന്നുക. അവൻ വന്നാലേ ഒത്തിരി ചെലവ് വരില്ലേ, അതുകൊണ്ട് അവൻ പറഞ്ഞയച്ചതായിരിക്കും. അവൻ്റെ കൂട്ടുകാരൻ വരുമ്പോൾ അവൻ്റെ ഒന്ന് കയറിയിട്ട് പോകാൻ. എനിക്കെന്തോ വല്ലാത്ത വിഷമം തോന്നുന്നു. കേശവൻ അവന്റെ മുഖം ശ്രദ്ധിച്ചായിരുന്നോ? എന്തൊക്കെയോ അവന്റെ മുഖത്ത് ഭാവം ശരിയല്ല. എന്റെ മകൻ ഈ വീട് വാങ്ങണ്ടായിരുന്നു. നിങ്ങളിവിടെ വർത്തമാനങ്ങളോട് നിൽക്കുമായിരുന്നോ? ഇതാ, ഞാൻ നിനക്ക് വേണ്ടി 2 ബെഡ്ഷീറ്റ് വാങ്ങിയതാ. എന്തിനാ മോനെ ഇതൊക്കെ വാങ്ങാൻ പോയത്? കഴിഞ്ഞ പ്രാവശ്യം അവൻ വന്നപ്പോ ഞാൻ എൻ്റെ ഒരു ആഗ്രഹം പറഞ്ഞായിരുന്നു. എന്നാലും അവൻ മറക്കാതെ ഇത് മേടിച്ച് മോന്റെ കൈ തന്നയച്ചല്ലോ. അത് ഞാൻ പറയാൻ തുടങ്ങായിരുന്നു. മോന്റെ വീട്ടിൽ ആരൊക്കെയാ ഉള്ളത്? എനിക്കങ്ങനെ പറയാൻ മാത്രം ആരുമില്ല. ചിലപ്പോൾ തോന്നും, എന്തിനു വേണ്ടിയാ, ആർക്കു വേണ്ടിയാ ജീവിക്കുന്നത്? 16 വയസ്സിൽ കള്ളവണ്ടി കയറി നാട് വിട്ടതാ. ജീവിക്കാൻ വേണ്ടി പലയിടങ്ങളിൽ ജോലിയെടുത്തു. ഒടുവിൽ ഡൽഹിയിലുള്ള ഒരു കടക്കാരൻ്റെ സഹായത്തോടെ ഖത്തറിലും എത്തി. അവിടെ രമേശിന്റെ കമ്പനിയിൽ ഡ്രൈവറായി ജോലി കിട്ടി. എല്ലാ വർഷവും ഞാൻ എൻ്റെ വീട്ടിൽ വരാറുണ്ട്. വീട് വൃത്തിയാക്കാൻ ഒരാളുണ്ട് അവിടെ. അവിടെ ചെന്ന് കുറച്ച് ദിവസം താമസിക്കും, പിന്നെ മടങ്ങിപ്പോവും. നീ വന്നപ്പം ആ രമേശിനോട് കൂട്ടാൻ പറയുന്നോളോ മോനെ? അത് പിന്നെ ഒരു മിനിറ്റ്. ഹലോ ഹലോ, എന്തായി? നീ അവിടെ എത്തിയോ? കാര്യങ്ങളെല്ലാം സംസാരിച്ചില്ലേ? അത് ഞാനിപ്പോൾ വന്ന് കയറിയതേ ഉള്ളൂ. അവരുമായി സംസാരിക്കാൻ ഞാൻ പിന്നീട് വിളിക്കാം. ആരാ? എന്റെ മോനാണോ? അവനോട് എന്നെ ഒന്ന് വിളിക്കാൻ പറയാമോ? എനിക്കും അവനോട് കുറച്ച് സംസാരിക്കാനുണ്ട്. അത് പിന്നെ അവൻ ജോലി തിരക്കിലാവും. പിന്നീട് വിളിക്കുമായിരിക്കും. എത്ര തിരക്കാണോ അവനോട്? എത്ര തിരക്കുണ്ടെങ്കിലും
അവൻ എന്നെ വിളിക്കാതിരിക്കില്ല. കാരണം അവൻ എന്റെ മോനാ. 3 വർഷം മുമ്പ് അവൻ നാട്ടിൽ വന്നപ്പോ അവനൊരു ആക്സിഡന്റ് പറ്റിയായിരുന്നു. ഒരു ബൈക്ക് ആക്സിഡന്റ്. അവന്റെ കയ്യിലെ എല്ല് പൊട്ടി. അതുകൊണ്ട് അവന് 3 മാസം നാട്ടിൽ കഴിയാൻ പറ്റി. അന്ന് അവൻ പോകാൻ നേരം എന്നോട് പറഞ്ഞത്, അച്ഛൻ എന്ന് വിളിച്ചാലും അവൻ ഉടനെ ഇവിടെ എത്തുമെന്ന്. അതുകൊണ്ടാ മോനെ, മോൻ വന്നപ്പോ എൻ്റെ മകനായി ഞാൻ തെറ്റിദ്ധരിച്ചത്. എനിക്കൊരു ആഗ്രഹമുണ്ട്, അവൻ ഇനി നാട്ടിൽ വരുമ്പോൾ ഒരു കല്യാണമൊക്കെ കഴിച്ച് അവനൊരു കുട്ടിയൊക്കെ ഉണ്ടാകുമ്പോൾ എന്നെ മുത്തച്ഛാന്ന് വിളിക്കണം. മോൻ അവിടെ ചെല്ലുമ്പോൾ ഞാൻ ഇങ്ങനെ പറഞ്ഞെന്ന് അവനോട് പറയില്ലേടാ മോനെ, എൻ്റെ മോനോട്? പറയാം, ഞാൻ അവനോടെല്ലാം പറയാം. പക്ഷെ അവനിടയ്ക്ക് ഈ വീടിൻ്റെ ലോണിൻ്റെ കാര്യം പറയാറുണ്ടായിരുന്നു. അടവ് മുടങ്ങി. ഇപ്പോൾ ഒരു 10-20 ലക്ഷമെങ്കിലും തിരിച്ചടച്ചാലേ ഈ വീടിൻ്റെ കടം വീട്ടാനാവും. അതും ഈ വർഷം തന്നെ അടച്ചു തീർക്കുകയും വേണം. അല്ലെങ്കിൽ ഈ വീട് ജപ്തിയാണ്. ആണോ? ഇനി എങ്ങനെ അടച്ചു തീർക്കൂടാ മോനെ? അവൻ എങ്ങനെയെങ്കിലും അയച്ചു തരുമായിരിക്കുമല്ലോടാ മോനെ. ശരിയാണ്, അവൻ ഉണ്ടാക്കി അയച്ചു തരും. അച്ഛൻ്റെ എല്ലാ കടങ്ങളും വീടും അച്ഛൻ്റെ മരുന്നിനുള്ള പണവും അവൻ അയച്ചു തരും. മോനെന്തിനാണ് അതിന് കരയുന്നത്? എന്റെ മോനെ പോലെ അവന് ചെറിയ കാര്യം മതി കണ്ണു നിറയാൻ. ഇന്ന് എനിക്ക് സമാധാനത്തോടെ കിടന്നുറങ്ങണം. എന്റെ മോൻ കൊടുത്തയച്ച ഈ പുതപ്പും മുതച്ച് എനിക്ക് മനസ്സമാധാനത്തോടെ ഇന്ന് കിടന്നുറങ്ങണം. അച്ഛാ, ഞാൻ ഒരു കാര്യം പറഞ്ഞോട്ടെ. എൻ്റെ മോനെ കുറിച്ചായിരിക്കും അല്ലേ? ഞാൻ ആ കാര്യം ചോദിക്കാൻ മറന്നു. അവനവിടെ ആഹാരമൊക്കെ സമയത്ത് കിട്ടുന്നുണ്ടല്ലോ അല്ലേ? ഒരു മിനിറ്റ്, ഞാൻ എൻ്റെ ഗുളിക കഴിക്കാൻ മറന്നു. എടാ മോനെ മധു, രാത്രി ഭക്ഷണമൊക്കെ ഞാൻ മേശപ്പുറത്ത് റെഡിയാക്കി വെച്ചിട്ടുണ്ട്. ആവശ്യത്തിനടുത്ത് കഴിച്ചോണം കേട്ടോ. 2 അറ്റാക്ക് കഴിഞ്ഞ മനുഷ്യനാണ്. അങ്ങനെ വളരെ ശ്രദ്ധിച്ചോണം കേട്ടോ. ഞാൻ കുറേ നാളായി വീട്ടിൽ പോയിട്ട്. ഞാനന്ന് പോയിട്ട് നാളെ രാവിലെ 6 മണിക്ക് ഇവിടെ തിരിച്ചെത്തിക്കണം. ഈശ്വര, ഞാൻ ശരിക്കും പെട്ടല്ലോ. എൻ്റെ ധൈര്യമൊക്കെ ഇത്ര വേഗം ചോർന്നു പോയോ? എവിടെ കയറി എന്തും പറയാനുള്ള നിഷേധത്തിലൊക്കെ എവിടെ പോയി? എനിക്കൊന്ന് ഉറക്കെ സംസാരിക്കാൻ പോലും പറ്റുന്നില്ലല്ലോ. 2 അറ്റാക്ക് കഴിഞ്ഞ മനുഷ്യനോട് ഞാൻ എങ്ങനെ ഇക്കാര്യം പറയും? മോനെ, ആ വരും അച്ഛാ. എത്തിപ്പോയി. BP ഗുളികയാണേ. അത് സമയത്ത് കഴിച്ചില്ലെങ്കിലേ ആകെ പ്രശ്നമാകും. ആട്ടെ, ഇനി മോന്റെ വിശേഷങ്ങളൊക്കെ പറ. നിങ്ങള് ജോലിയൊക്കെ കഴിഞ്ഞിട്ട് സമയത്ത് ഭക്ഷണമൊക്കെ കഴിക്കുന്നുണ്ടാവുമല്ലോ അല്ലേ? വിഷമിച്ചിട്ട് കാര്യമൊന്നുമില്ലല്ലോ, ജീവിക്കണ്ടേ? നമുക്ക് 2 പേർക്കും ഇന്ന് സന്തോഷമുള്ള ഒരു ദിവസമാണ്. ആരുമില്ലാത്ത നീയും, മകനുണ്ടായിട്ടും കൂടെ താമസിക്കാൻ യോഗമില്ലാത്ത ഞാനും. എന്നാടോ ഇതൊക്കെ ഒന്ന് ശരിയാകുക? എന്റെ മകൻ, ഞാൻ മരിക്കുന്നതിന് മുമ്പ് അവനെ ഒന്ന് എനിക്ക് കാണാൻ പറ്റുമോ? സാരമില്ല, എന്റെ മകന്റെ കൂട്ടുകാരൻ എന്നോടൊപ്പം ഉണ്ടല്ലോ. സന്തോഷായി. മധു ഇപ്പോ രമേശിന്റെ അച്ഛനോട് എല്ലാ കാര്യങ്ങളും പറഞ്ഞിട്ടുണ്ടാവോ? പറഞ്ഞിട്ടുണ്ടാവും. മധു ആരുടെ മുന്നിലും തലകുനിക്കുന്നവനല്ല. പാവം രമേശ് മോർച്ചറി ഇരുട്ട് റൂമിൽ തണുത്തും മരവിച്ച് കിടക്കുന്നുണ്ടാവും. ഒന്നിനും കഴിവില്ലാതെ. ചിന്തിക്കാനാവുന്നില്ല. കണ്ണടച്ചാൽ അവന്റെ മുഖമാണ്. ഈ റൂമിൽ അവന്റെ ശ്വാസമുണ്ട്. അവന് നമ്മൾ കാണുന്നില്ലേലും അവൻ നമ്മളെ കാണുന്നുണ്ട്. അവൻ വിളിച്ചു പറയുന്നുണ്ട്, അവന്റെ അച്ഛനെ നോക്കണമേ എന്ന്.
എന്നാ ഞാൻ മധുവിനെ ഒന്ന് വിളിച്ചു നോക്കട്ടെ. ഹലോ മധു, ആ നീ കാര്യങ്ങൾ പറഞ്ഞ് ബോധ്യപ്പെടുത്തിയോ? എനിക്ക് ഇത്രയും ധൈര്യമില്ലെന്ന് എനിക്കിപ്പോഴാണ് മനസ്സിലായത്. ഞാൻ പലവട്ടം പറയാൻ ശ്രമിച്ചതാണ്, പക്ഷെ എനിക്ക് പറയാൻ പറ്റുന്നില്ല. നീ എങ്ങനെയും കാര്യങ്ങൾ പറഞ്ഞ് ബോധ്യപ്പെടുത്തണം, അല്ലെങ്കിൽ നമ്മൾ അവനോട് കാണിക്കുന്ന അനീതിയായിരിക്കും അത്. ഞാൻ എങ്ങനെ പറയും? സാറിനറിയാം, 2 അറ്റാക്ക് കഴിഞ്ഞ മനുഷ്യനാണത്. മധു, ഞങ്ങൾക്കറിയാം നിന്റെ വിഷമം, ഞങ്ങൾക്ക് എല്ലാവർക്കും അറിയാം. പക്ഷേ ഈ കാര്യം ശരിയായ വിധത്തിൽ ബോധിപ്പിക്കാൻ നിനക്ക് മാത്രമേ കഴിയൂ. അറിയാം, പക്ഷെ ഞാൻ ഇവിടെ വന്ന മുതൽക്ക് തിരിച്ചറിഞ്ഞൊരു വലിയ രഹസ്യമുണ്ട്. 8ാം ക്ലാസ് മുതൽ അച്ഛൻ എന്ന വാക്കിനോട് എനിക്ക് വെറുപ്പായിരുന്നു. പക്ഷെ ഇന്ന് ഞാനത് തിരിച്ചെടുക്കുക. നമ്മുടെയൊക്കെ അച്ഛന്മാരാ സാറേ നമ്മുടെയൊക്കെ രക്ഷകർ. ഒരു മകനുള്ളിടത്തോളം കാലം അവനെന്തെങ്കിലും പ്രശ്നം വന്നാൽ സംരക്ഷിക്കാൻ അച്ഛനെ കഴിയൂ. സാറിനറിയാം, ഈ രാഘവേട്ടൻ എന്റെ അച്ഛനായിരുന്നെങ്കിലെന്ന് ഞാൻ ആഗ്രഹിച്ചു പോവാ. ശരിയാണ് മധു, എല്ലാം ഞങ്ങൾക്ക് മനസ്സിലാവും. പക്ഷെ ഈ ദിവസങ്ങൾ വളരെ കുറവാണ്. അതുകൊണ്ട് എത്രയും പെട്ടെന്ന് തന്നെ കാര്യങ്ങൾ നീ പറഞ്ഞ് ബോധ്യപ്പെടുത്തണം. എങ്ങനെ പറയണമെന്ന് ഞാൻ നന്നായി ഒരുങ്ങിയാ വന്നത്. രമേശന്റെ പ്രിയപ്പെട്ട അച്ഛ ഈ കഴിഞ്ഞ ബുധനാഴ്ച 2 ട്രക്കുകൾ തമ്മിൽ കൂട്ടിയിടിക്കുണ്ടായി. അതിൽ ഒരു ട്രക്ക് ഓടിച്ചിരുന്നത് അങ്ങയുടെ പ്രിയപ്പെട്ട മകനായിരുന്നു. അവനെ നമുക്ക് നഷ്ടപ്പെട്ടു. നമ്മുടെ ഒന്നുമല്ല, അവന്റെ കമ്പനി 7 ദിവസത്തെ സമയം തന്നിട്ടുണ്ട്. അതുവരെ അവരുടെ ഹോസ്പിറ്റൽ ആ മോർച്ചറിയിൽ ബോഡി സൂക്ഷിക്കും. നാട്ടിലേക്ക് കൊണ്ടുവരണമെങ്കിൽ കൊണ്ടുവരാം. അവള് സംസാരിക്കുകയാണെങ്കിൽ 25 ലക്ഷം രൂപ അച്ഛൻ്റെ അക്കൗണ്ടിലേക്ക് ട്രാൻസ്ഫർ ചെയ്ത് അതല്ലേ നല്ലത്? ഈ വർഷം തന്നെ ഈ വീടിൻ്റെ ലോൺ അടച്ചു തീർക്കണം, അല്ലെങ്കിൽ ഈ വീട് ജപ്തിയോ. എങ്കിൽ ശരി മധു, നീ എത്രയും പെട്ടെന്ന് കാര്യങ്ങൾ പറഞ്ഞ് ബോധ്യപ്പെടുത്തിയിട്ട് ഇങ്ങോട്ട് വിളിക്കാൻ മറക്കരുത്. ഇല്ല, പറഞ്ഞു കഴിഞ്ഞാൽ തീർച്ചയായും ഞാൻ അങ്ങോട്ട് വിളിക്കാം. പറഞ്ഞേക്കാം, ഇനിയും വൈകുന്നത് നല്ലതല്ല. അറ്റാച്ച് കഴിഞ്ഞ മനുഷ്യനോ, അദ്ദേഹത്തിന്റെ മനസ്സിന് വിഷമം തട്ടാതെ നോക്കണമാനെ. ഇങ്ങൊറ്റ വഴിയുള്ളൂ, രാവിലെ തിരിച്ചു പോവുക. ഒരെഴുത്തെഴുതി ഇവിടെ വയ്ക്കാം. ആ കേശവേട്ടൻ കാണുകയാണെങ്കിൽ എടുത്ത് വായിച്ചോളൂ. അല്ലാതെ എൻ്റെ മുന്നിൽ വേറെ വഴിയൊന്നുമില്ല. ആദ്യം വിചാരിച്ചു
കുറച്ചുകൂടി അങ്ങ് ഉറങ്ങിക്കോട്ടെ എന്ന്. പിന്നെ വിചാരിച്ച് കട്ടൻ ചായ ആറി പോകുന്നവർ കുടിച്ചോട്ടെ എന്ന് തോന്നി. രാഘവേട്ടൻ എന്ത് ചെയ്യും? എന്നും രാവിലെ നടക്കാൻ പോകുന്നതാ. വരുമ്പോ കുറച്ച് താമസിക്കും. നന്നായി, അകത്തേക്ക് വരും. എന്താ ഈ ബാഗും അതിനോടൊപ്പം ഈ എഴുത്തും അദ്ദേഹത്തെ ഏൽപ്പിക്കണം. ഞാൻ പോവുകയാണ്. അത് വേണോ? അദ്ദേഹം വന്നു കഴിഞ്ഞിട്ട് പോയാൽ പോലെ. ഇല്ല, പോയിട്ട് കുറച്ച് തിരക്കുണ്ട്. കേശവട്ടും പറഞ്ഞാൽ മതി. ഈ വായിക്കാരുടെയാ? ഇത് അവന്റെ ബാഗാണ്. ഇതില് അവന്റെ ഡ്രസ്സുകളാണ്. നീ എന്തൊക്കെയോ മറയ്ക്കുന്നു. കണ്ണുകളെന്നാ ഇങ്ങനെ കരഞ്ഞു വീർത്തിരിക്കുന്നത്. നീ ഇന്നലെ രാത്രി ഉറങ്ങിയില്ലടാ കുട്ടി? സത്യം പറയടാ മോനെ, അവൻ എന്താ സംഭവിച്ചത്? എന്നോടൊന്നും ചോദിക്കരുത്. എല്ലാം വിശദമായി ഞാൻ ഈ പേപ്പറിൽ എഴുതിയിട്ടുണ്ട്. നന്ദിയുണ്ട് നിങ്ങളെല്ലാവരുടെയും സ്നേഹത്തിന് മുന്നിൽ എൻ്റെ മനസ്സിൻ്റെ കാടിനെ എടുത്തു മാറ്റിയതിന്. പോട്ടെ, ഇനി യാത്രയില്ല. പോവാണല്ലേ? പൊയ്ക്കോ, വേഗം പൊയ്ക്കോ. എന്റെ മോനെ പോരൂടാ, എന്റെ മോനെ പോരൂടാ. എന്നെ തോപ്പിച്ച് കളഞ്ഞല്ലോടാ മോനെ നീ. ഞാനല്ലേടാ ആദ്യം പോകേണ്ടിയിരുന്നത്. എന്നിട്ട് നീ ആദ്യം പോയി. എനിക്ക് സഹിക്കാൻ വയ്യ എന്റെ മോനെ, എനിക്ക് സഹിക്കാൻ വയ്യടാ. ഞാനിതെങ്ങനെ സഹിക്കൂടാ മോനെ, വയ്യ. എന്ത് പറയണമെന്ന് എനിക്കറിയില്ല. എങ്ങനെ ആശ്വസിപ്പിക്കണമെന്ന് എനിക്കറിയുന്നില്ല. ഞാൻ പലവട്ടം പറയാൻ ശ്രമിച്ചതാണ്, പക്ഷെ എനിക്ക് പറയാൻ പറ്റിയില്ല. മോനെ, നിനക്ക് എന്റെ കൂടെ താമസിക്കാമോടാ മോനെ? ഈ പാവപ്പെട്ട അച്ഛന്റെ കൂടെ നിനക്ക് താമസിച്ചൂടെ മോനെ? ജീവിതത്തിൽ എന്തെല്ലാം സൗഭാഗ്യമുണ്ടെങ്കിലും പകരം പകരാത്ത രണ്ട് നിധികളാണ് അച്ഛനും അമ്മയും. സത്യമാണ്. ജീവിതത്തിൽ ഞാൻ ഒറ്റപ്പെട്ടു പോയപ്പോൾ എന്നെ ജീവിക്കാൻ പ്രേരിപ്പിച്ചത് രാഘവേട്ടനാണ്. ഈ അച്ഛൻ്റെ മനസ്സാണ്. നെഞ്ചു നീറി പിടയുമ്പോഴും നിന്നെ വിട്ടുകൊടുക്കാൻ മനസ്സില്ലാതെ സ്വന്തം മകൻ്റെ ഓർമ്മകൾക്ക് മുമ്പിൽ ഉരുകിത്തീരുന്നത് വരെ
നീ രാഘവൻ്റെ കൂടെ ഉണ്ടാകണം. എന്റെ മകൻ എനിക്ക് വേണ്ടി ഈ വീട് വാങ്ങി. പകലെന്നോ രാത്രിയെന്നോ ഇല്ലാതെ അവൻ കഠിനാധ്വാനം ചെയ്തു. ഒടുക്കം അവനില്ലെന്ന്. അവന്റെ ഓർമ്മകൾ ജീവിതാവസാനം വരെ എന്നോടൊപ്പം ഉണ്ടാവും. ഉണ്ടാവും ഉണ്ടാവും. എന്റെ മനസ്സ് കല്ലായി പോയെന്ന് ഞാൻ കരുതി. ഇനി ഞാൻ നിങ്ങളെ രണ്ടുപേരും വിട്ട് തിരിച്ചു പോകാൻ ഉദ്ദേശിക്കുന്നില്ല. നിങ്ങളെ രണ്ടുപേരും നെഞ്ചോട് ചേർത്ത് ഞാനിങ്ങനെ ജീവിക്കും. മനസ്സ് നിറയെ വിങ്ങി പൊട്ടിട്ടാണെങ്കിലും നമ്മൾ 3 പേരും ഒരു നാൾ ഖത്തറിലേക്ക് പോകും. അവിടെ രമേശന്റെ ആത്മാവുണ്ടാവും. ഞങ്ങൾ താമസിച്ച റൂമിൽ നിങ്ങൾ രണ്ടുപേരും താമസിപ്പിക്കും. മരിക്കാത്ത ഓർമ്മകൾക്ക് മുന്നിൽ പുഞ്ചിരിയോടെ നിൽക്കുന്ന രമേശന് കണ്ണീരെ കുതിർന്ന യാത്രാമൊഴി. തനിയെ നടക്കുമ്പോൾ കാലിടറി വീഴുമ്പോൾ കൈതന്നുയർത്തിയതെന്നുമച്ചൻ, കൈതന്നുയർത്തിയതെന്നുമച്ചൻ.